നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളം കത്തുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുന്നത് ഡീൽ ആരോപണങ്ങളാണ്. ഭരണകക്ഷിയായ CPM-ഉം BJP-യും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ പറഞ്ഞ് പഴകിയ RSS ബന്ധം ഇപ്പോൾ തിരഞ്ഞെടുപ്പിലും സൈബറിടത്തും യുദ്ധമായി പടരുകയാണ്. RSS ബാന്ധവത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. സർ, ആരാണ് കേരള രാഷ്ട്രീയത്തിൽ RSSനോടൊപ്പം ഇങ്ങനെ ഒട്ടി നിന്നത്? 1960 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുക്കുക. അന്ന് ജനസംഘം പരസ്യമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. ഇങ്ങനെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞവസാനിപ്പിച്ച ഡീൽ വിവാദം പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെയാണ് വീണ്ടും തുറന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം UDF ഏറ്റെടുത്തതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കിയ LDF മേൽക്കൈക്ക് മങ്ങലേറ്റു. എന്ത് സാഹചര്യത്തിലാണ് പാലക്കാട് CPM ആ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കണമെന്ന് പരിശോധിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ജയിക്കില്ല, എന്നാൽ കോൺഗ്രസും ജയിക്കണ്ട, UDFും ജയിക്കണ്ട എന്നുള്ള ധാരണ പാലക്കാട് അവർക്കുണ്ട്. ഒരുപാട് സ്ഥലത്ത് അവരുമായിട്ട് ഡീലുണ്ട്. വിവാദം ചൂടുപിടിച്ചതോടെ CPM-ഉം അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ഡീൽ കുരുക്കിൽ ഒരുപാട് മണ്ഡലങ്ങൾ പെട്ടു. മുൻപ് VD സതീശനെതിരെ CPM നേതാക്കൾ ഉന്നയിച്ച അതേ ആരോപണം ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ച മുഖ്യമന്ത്രി ഡീൽ വിവാദത്തിൽ CPM പ്രതിരോധത്തിന്റെ അമരത്തേക്കുമെത്തി. 2006 പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ VD സതീശൻ ഉദ്ഘാടകനായി പങ്കെടുത്തുവെന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. എന്നാൽ ഡീൽ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയനും CPM-ഉം എറിഞ്ഞ് രാഷ്ട്രീയ ചൂണ്ടയാണെന്ന് തിരിച്ചറിഞ്ഞ VD സതീശൻ ഉരുളയ്ക്കുപ്പേരി പോലെ തന്നെ മറുപടി നൽകി. 1977 സംഘപരിവാർ പിന്തുണയോടെ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ച പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡീൽ ആരോപണം ഇരട്ട മുനയുള്ള ആയുധമാണ്. ന്യൂനപക്ഷ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ ഡീൽ വിവാദം സഹായിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ആ ബോംബ് കയ്യിലിരുന്ന് പൊട്ടാതെ സൂക്ഷിക്കണമെന്ന് മാത്രം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.